മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. കരാറുകാരനെ പിഴത്തുക ഒഴിവാക്കി നൽകാനുള്ള തീരുമാനം തിരുത്തി മഞ്ചേരി നഗരസഭ കൗൺസിൽ യോഗം. ഇന്ന് ചേർന്ന യോഗത്തിലാണ് ഒക്ടോബർ 3 കൗൺസിലിലെടുത്ത തീരുമാനം റദ്ദു ചെയ്യാൻ തീരുമാനിച്ചത്. LDF അംഗങ്ങളുടെ വിയോജിപ്പോടെയാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത്. കരാറുകാരനെ രക്ഷിച്ചെടുക്കാനുള്ള രാഷ്ട്രീയ നീക്കം സംബന്ധിച്ച് പത്രങ്ങളിൽ വാർത്ത വന്നതോടെ ജനവികാരം നഗരസഭയ്ക്കെതിരായിരുന്നു. ഇതോടെയാണ് കൗൺസിൽ ചേർന്ന് തീരുമാനം തിരുത്താൻ UDF തയ്യാറായത്. കൗൺസിലിന്റെ പുതിയ തീരുമാനം GD മുഖേന ഡയറക്ടർക്ക് കൈമാറും. ഡ്രൈനേജ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കുന്നതിലുണ്ടായ കാലതാമസത്തിന് കരാറുകാരനിൽ നിന്നും പിഴയായി 3.33 ലക്ഷം രൂപ ഈടാക്കാൻ 2022-23 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഖണ്ഡിക 1 മുതൽ 37 വരെയുള്ളതിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതൊഴിവാക്കി നൽകാൻ കൗൺസിൽ യോഗത്തിൽ രാഷ്ട്രീയത്തിലെ അഭിപ്രായ വ്യത്യാസം മറികടന്ന് ഒന്നിച്ചു. ഒരംഗം പോലും എതിർക്കാതിരുന്നതോടെയാണ് ഇത് സംബന്ധിച്ച സപ്ലിമെന്ററി അജണ്ട കൗൺസിലിൽ പാസ്സായത്. ഈ തീരുമാനം പുനഃപരിശോധിക്കുകയെന്ന ഒരു അജണ്ട മാത്രമായിരുന്നു ഇന്നത്തെ കൗൺസിലിൽ ഉണ്ടായിരുന്നത്. മുൻ കൗൺസിലിൽ തീരുമാനം പിൻവലിക്കണമെന്നും കരാറുകാരനിൽ നിന്ന് പിഴത്തുക ഈടാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും മുസ്ലിം ലീഗ് അംഗം യാഷിഖ് മേച്ചേരി ആവശ്യപ്പെട്ടു. ഇതിനെ മണ്ഡലം ലീഗ് പ്രസിഡന്റ് കൂടിയായ കണ്ണിയൻ അബൂബക്കർ അനുകൂലിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥൻ കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് അബൂബക്കർ ആരോപിച്ചു. കുറ്റകരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥൻ മറുപടി പറയണം. അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ UDF തയ്യാറല്ല. നേരത്തെയുള്ള തീരുമാനം റദ്ദു ചെയ്യണം. കരാറുകാരനിൽ നിന്ന് പിഴത്തുക ഈടാക്കണം. തീരുമാനത്തിൽ തെറ്റുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് തിരുത്തിയത്. ഭാവിയിൽ ഏത് കരാറുകാരനെതിരെയും ഇത്തരം ഓഡിറ്റ് പരാമർശമുണ്ടായാൽ നടപടി നേരിടണമെന്നും നിർവഹണ ഉദ്യോഗസ്ഥനിൽ നിന്ന് വിശദീകരണം തേടണമെന്നും കണ്ണിയൻ അബൂബക്കർ പറഞ്ഞു. രണ്ടാമത് വീണ്ടും കത്ത് എനിക്കൊരു കത്ത് തന്നിട്ട് എന്താണ് മറുപടി നാമനാശി പറഞ്ഞാൽ അതൊക്കെ കത്ത് പോവുക താങ്കളുടെ കത്ത് ഇന്നലെ മറുപടി കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അതിൽ മെഡിക്കൽ കോളേജ് കോവിഡാണ് ഞാൻ പറഞ്ഞില്ല. അപ്പൊ കത്ത് കൊടുത്തു, സമരകാലത്ത് സംഘത്തിൽ കത്ത് കൊടുത്തു, ഇത്ര നമ്പർ തീരുമാനം. അതിന് മറുപടി കൊടുത്തപ്പോൾ പറഞ്ഞത് എനിക്ക് ഇന്നും ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോക്കെ മുദ്രപത്ര ക്ഷാമം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ മറുപടിയിൽ പറഞ്ഞത് പാറ പൊട്ടിക്കാനെന്ന് പറഞ്ഞു. തീർച്ചും നിയമപരമായി പിൻവലിക്കുന്ന കൗൺസിൽ തികച്ചും കാര്യകാരണസഹിതം നമ്മൾ ഈ ഫയലിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത് ആർക്കും ബോധ്യപ്പെടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ 3 ഇമെയിൽ പറഞ്ഞ വസ്തുത റദ്ദ് ചെയ്ത് കരാറുകാരിൽ നിന്ന് നഷ്ടം ഈടാക്കുകയും നിർവഹണ ഉദ്യോഗസ്ഥന്മാർക്ക് കോളേജോട് പറ്റിയിട്ടുണ്ടോ എന്ന് അത് പരിശോധിക്കുകയും ഉണ്ടെങ്കിൽ അത് വിശദീകരണം ചോദിക്കുകയും ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ഈ കൗൺസിലും പറഞ്ഞു. ലീഗ് അംഗത്തിന്റെ ആവശ്യത്തെ CPM അംഗം CP അബ്ദുൽ കരീം എതിർത്തു. മുൻ തീരുമാനം തിരുത്താനുള്ള കൗൺസിലിലെ അജണ്ട രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരീം ആരോപിച്ചു. 2017 മുതലുള്ള 2024 വരെയുള്ള പല പരാമർശങ്ങളും ഇന്നും ഓഡിറ്റ് നടക്കുന്നു. ആ ഓഡിറ്റിന്റെ റിപ്പോർട്ട് അത് ശരിയാക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. അതിന്റെ കരാറുകാർക്ക് പൈസ വാങ്ങണമെങ്കിൽ പൈസ വാങ്ങണം. അങ്ങനത്തെ ആ കണ്ടീഷനിൽ ഈ ഒരു ഇപ്പോൾ വന്ന അജണ്ട തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. മാത്രമല്ല അത് മുസ്ലിം ലീഗിന്റെ ഘടകത്തിനകമാണ്. അല്ലാതെ ഇതിനുള്ള കാര്യമായിട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഉത്തരവ് വന്നിട്ട് അജണ്ട വരുന്നത് ഉത്തരവത്തെ ഒന്ന് ഒഴിവാക്കി കൊടുത്ത് ജവാബിന് ഒഴിവാക്കി കൊടുത്തിട്ട് 1 മാസം കഴിഞ്ഞതിന് ദിവസം പറ്റിയാണ് പിന്നെ അജണ്ട വരുന്നത്. അത് കഴിഞ്ഞൊരു മാസം കഴിഞ്ഞ ശേഷമാണ് പേപ്പർ വരുന്നത്. ഭൂരിപക്ഷ അംഗങ്ങളുടെ അഭിപ്രായ പ്രകാരം ഒക്ടോബർ മാസത്തിലെ കൗൺസിലിലെ തീരുമാനം തിരുത്തുകയാണെന്ന് ചെയർപേഴ്സൺ VM സുബൈദ അറിയിച്ചു. നിയമാനുസൃതമായാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ പറഞ്ഞു. ഡോക്ടേഴ്സ് കോളനി, ടൗൺ ഹാൾ,
കൽപ്പാലം, നിലമ്പൂർ റോഡ്, കുത്തുകൽ ബൈപ്പാസ്, മെഡിക്കൽ കോളേജ് റോഡ്, മലപ്പുറം റോഡ് എന്നിവിടങ്ങളിൽ ഡ്രൈനേജ് നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിലുണ്ടായ കാലതാമസത്തിന് കരാറുകാരനിൽ നിന്ന് 3,33,333 രൂപ പിഴ ഈടാക്കണമെന്നാണ് ഓഡിറ്റ് പരാമർശം. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.